നമസ്കാരം. എന്തിന്റെ കേടായിരുന്നു എന്റെ രാഹുൽ ഗാന്ധി? ഫുട്ബോളിലെ പന്ത് പോലെ ഇടത്തും വലതുമൊക്കെ തട്ടുകിട്ടി രാഹുലിന് നല്ല ശീലമാണെന്ന് കരുതി ഇക്കണ്ട കോൺഗ്രസ് നേതാക്കന്മാരെ മൊത്തം സഭയിൽ കൊണ്ടിരുത്തി മോദിയുടെയും അമിത്ഷായുടെയും ചീത്ത മുഴുവൻ കേൾപ്പിക്കേണ്ട എന്ത് കാര്യമുണ്ടായിരുന്നു? വടി കൊടുത്ത് അടി വാങ്ങി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഉലക്ക കൊടുത്ത് വാടകയ്ക്ക് ആളെയും ഇറക്കി സ്വയം തല്ലുവാങ്ങിയ പോലെയുണ്ട്. രാഹുൽ സഭയിലേക്ക് പോകുമ്പോൾ ദാ ഇപ്പോ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ടാണ് പോയത്. കണ്ണിലും ചെവിയിലും ഒക്കെ പൊന്നീച്ച പറഞ്ഞിട്ടാണ് ഒടുക്കം രാഹുൽ കസേരയിൽ ഇരുന്നത് എന്നാണ് ശ്രുതി. ഓപ്പറേഷൻ സിന്ധൂരിന്റെ ബാക്കി രാഹുലിന്റെയും കോൺഗ്രസുകാരുടെയും ചെവിക്കുള്ളിൽ മോദിയും അമിത്ഷായും കൂടി നടത്തി. തെളിവ് ചോദിച്ചു പോയവർക്ക് വള്ളി പുള്ളി വിടാതെ തെളിവും സാക്ഷിയും ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേന്ദ്രം. ഇനി രാഹുലിന് കുറച്ചു നാളത്തേക്ക് വിശ്രമിക്കുന്നതാവും നല്ലത്. ആകെ സംശയമായിരുന്നു കോൺഗ്രസുകാർക്ക്. വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഇനി സംശയവുമില്ല, ചോദ്യവുമില്ല. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ആക്രമണത്തിന് 22 മിനിറ്റ് നീണ്ട മറുപടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയതെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയത്. പക്ഷെ അതോടെ അദ്ദേഹം തിരികൊളുത്തിയത് പ്രതിപക്ഷത്തിനുള്ള ഉത്തരങ്ങളുടെ മാലപ്പടക്കത്തിനായിരുന്നു എന്ന് വേണം പറയാൻ. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരരെ തകർക്കുമെന്ന് താൻ പഹൽഗാം ആക്രമണം ഉണ്ടായ വേളയിൽ തന്നെ പറഞ്ഞിരുന്നു എന്ന് മോദി വിശദീകരിച്ചു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിൽ പതറില്ല എന്ന് ലോകത്തിന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങിയില്ല. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ഇപ്പോഴും ICUവിലാണ്. ഇന്ത്യയുടെ ശക്തി ലോകം കണ്ടു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പിന്തുണ ലഭിച്ചു. എന്നാൽ കോൺഗ്രസ് അപ്പോഴും സർക്കാരിനെതിരായിരുന്നുവെന്നും മോദി പരിഹസിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രതിരോധം ഒരു രാജ്യത്തിനും തടയാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ മോദി ഒരു നേതാവും ഇന്ത്യയോട് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പാകിസ്ഥാന്റെ സൈന്യം ആവശ്യപ്പെട്ടതിനാലാണ് ഇന്ത്യ ആക്രമണം നിർത്തിയത് എന്നും പറഞ്ഞു. പഹൽഗാം സംഭവത്തിലും രാഷ്ട്രീയം കളിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. പാകിസ്ഥാന്റെ പ്രചരണത്തിന്റെ വക്താക്കളായി കോൺഗ്രസും സഖ്യകക്ഷികളും മാറിയെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാന്റെ 1000 ഡ്രോണുകൾ ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത നേടുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയെന്ന് മോദി പറഞ്ഞു. ഒരു ഭാഗത്ത് ഇന്ത്യ അതിവേഗം സ്വയം പര്യാപ്തത നേടുകയാണ്. എന്നാൽ കോൺഗ്രസ് ഓരോ വിഷയങ്ങളിൽ പാകിസ്ഥാനെ ആശ്രയിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് അവർ പ്രശ്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് എന്നും മോദി പരിഹസിച്ചു. സൈന്യത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിരുന്നു. ഭീകരരെ പാഠം പഠിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന സർക്കാരുകളെയും ഭീകരരെയും രണ്ടായി കാണാൻ സാധിക്കില്ല. ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുന്നുണ്ട്. പാകിസ്ഥാൻ തെറ്റാവർത്തിച്ചാൽ കനത്ത വില നൽകേണ്ടി വരും. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ പരിശീലനം നേടിയ സ്ഥലത്ത് ശക്തമായ തിരിച്ചടി നൽകി. പാകിസ്ഥാൻ ഭീകരർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ സൈന്യം പാകിസ്ഥാനിലെ എല്ലാ മൂലയിലും ആക്രമിച്ചു. പാകിസ്ഥാൻ ശക്തമായ ആക്രമണം നടത്താൻ പോകുന്നു എന്ന് US വൈസ് പ്രസിഡന്റ് തന്നോട് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ അത്തരം ഉദ്ദേശമുണ്ടെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് താൻ മറുപടി നൽകി എന്ന് ചങ്കൂറ്റത്തോടെയാണ് രാഹുലിന്റെ കരണത്തേറ്റ അടി പോലെ മോദി മറുപടി കൊടുത്തത്. മുംബൈ ആക്രമണം ഉണ്ടായ വേളയിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നീങ്ങിയില്ല. അന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാരം തുടർന്നു. പാകിസ്ഥാന് പ്രിയങ്കര രാഷ്ട്രപദവി നൽകുകയാണ് UPA സർക്കാർ ചെയ്തത്. പാകിസ്ഥാൻ അധീനപ്പെടുത്തിയ കാശ്മീർ ഇന്ത്യക്ക് നഷ്ടമായത് കോൺഗ്രസ് ഭരണത്തിലാണ് എന്നും മോദി പറഞ്ഞു. കടുത്ത ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആക്രമണം തുടങ്ങി 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് മുന്നിൽ കീഴടങ്ങുകയാണ് ഇന്ത്യ ചെയ്തത് എന്ന് കുറ്റപ്പെടുത്തി. പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് നമ്മുടെ സൈന്യത്തോട് സർക്കാർ ആവശ്യപ്പെട്ടു എന്നും മോദി സർക്കാരിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ല എന്നും രാഹുൽ പറഞ്ഞു. മറുപടിയുമായി അമിത്ഷാ എഴുന്നേറ്റതോടെ രാഹുൽ കണ്ണ് തള്ളി നാവിറങ്ങിയിരുന്നു പോയി എന്ന് വേണം പറയാൻ. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ പാക് ബന്ധം മനസ്സിലാക്കാൻ അവരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ പ്രത്യേക വിമാനത്തിൽ ചണ്ഡീഗഡിലെ ഫോറൻസിക് ലാബിൽ എത്തിച്ച് പരിശോധിച്ചതായി പറഞ്ഞു തുടങ്ങിയ അമിത്ഷാ കശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഷിം മൂസയെയും ഹംസ അഫ്ഗാനി എന്നീ ഭീകരരെയും സൈന്യം കഴിഞ്ഞ ദിവസം വധിച്ചതുൾപ്പെടെ ഇവർക്ക് പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഉറപ്പാക്കിയത് എങ്ങനെയെന്ന് പോലും പാർലമെന്റിൽ അതിവിദഗ്ധമായി വിശദീകരിച്ചു കൊടുത്തു. ട്രംപിന്റെ വാദം അമേരിക്കയിൽ പോയി പോലും തള്ളിക്കളഞ്ഞ മോദിയുടെ ചങ്കൂറ്റത്തിന് മുന്നിലും സകല പഴുതുകളും സംശയങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള കണക്കുകളും തെളിവുകളും നിരത്തിയുള്ള മോദിയുടെ മറുപടിയിലും പ്രതിപക്ഷം മുട്ടുവിറച്ച് സഭയിൽ ഇരുന്നു. സിനിമകളിൽ മാത്രം കാണാൻ കഴിയുന്ന മാസ് സീനുകളിലെ നായകന്റെ വാക്കുകൾ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് കൈയടിച്ച പോലെ കണ്ടിരിക്കേണ്ട ലോക സിനിമയിൽ പോലും കാണാൻ കഴിയാത്ത മിന്നൽ പ്രഹരമായിരുന്നു വാക്കുകൾ കൊണ്ട് മോദി നടത്തിയത്. കേട്ടുനിന്ന കോൺഗ്രസുകാർക്ക് പോലും രോമാഞ്ചമുണ്ടായെന്നിനി പറയണോ?
മോദി എന്താണ് എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് തിരിച്ചറിയാൻ ഒരിക്കൽ കൂടി അവസരം കൊടുത്ത രാഹുലിന് നന്ദിയുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച